സെക്രട്ടറിക്കും ജീവനക്കാർക്കുമെതിരെ ആത്മഹത്യാക്കുറിപ്പെഴുതി ഇടുക്കി കട്ടപ്പനയിൽ ബാങ്കിന് മുന്നിൽ നിക്ഷേപകൻ ജീവനൊടുക്കി. മുളങ്ങാശ്ശേരിയിൽ സാബുവിനെയാണ് സിപിഐഎം നിയന്ത്രണത്തിലുള്ള റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മുൻപിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പണം ചോദിച്ചെത്തിയ തന്നെ അസഭ്യം പറഞ്ഞെന്നും പിടിച്ചു തള്ളിയെന്നുമാണ് സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പ്. പെങ്ങൾ കഴിഞ്ഞ ബുധനാഴ്ച മുതലക്കോട് ആശുപത്രിയിൽ യൂട്രസ് റിമൂവലുമായിട്ട് ബന്ധപ്പെട്ട് അഡ്മിറ്റാണ്. അപ്പോൾ അത് ഓപ്പറേഷൻ കഴിഞ്ഞ് ഇന്ന് ഡിസ്ചാർജ് ആകേണ്ടതായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നലെ പുള്ളി ബാങ്കിൽ ചെല്ലുകയും 2 ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വൈഫിന് ഡിസ്ചാർജുമായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ പൈസ കൊടുക്കാതിരിക്കുകയും അവിടെ ബാങ്കിൽ എന്തോ വാക്കുതർക്കം ഉണ്ടാകുകയും എന്തെന്നുള്ള ഉണ്ടായതായിട്ടാണ് എനിക്ക് എൻ്റെ ചേട്ടൻ്റെ വൈഫിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ബാങ്കുകാർ വിളിച്ച് പുള്ളിയെ ഭീഷണിപ്പെടുത്തായിട്ടാണ് അറിവ്. നീ ബാങ്കിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കി, നിനക്കെതിരെ കേസ് കൊടുക്കും, നടപടിയെടുക്കും, വെറുതെ വിടില്ല എന്നുള്ളൊരു ഭീഷണി ഉണ്ടായതായിട്ടുള്ളതാണ് അറിവ്. ആ ഭീഷണിയുടെ സ്വരത്തിൽ പറഞ്ഞുകൊണ്ടാണ് പുള്ളി മാനസിക വിഷമം കയറി ആത്മഹത്യയിലേക്ക് പുള്ളി നയിച്ചതാണെന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. സംഭവത്തിൽ പ്രതിഷേധവുമായി ബിജെപിയും കോൺഗ്രസിനകത്തെത്തി. കോൺഗ്രസ് പ്രവർത്തകർ റോഡ് ഉപരോധിക്കുകയാണ്. കട്ടപ്പന നഗരസഭാ പരിധിയിൽ 5 മണിവരെ ഹർത്താലാണ്. തെറ്റുകാരെ സംരക്ഷിക്കില്ലെന്ന് സിപിഐഎം ജില്ലാ സെക്രട്ടറി CV വർഗീസ്. ഇനി അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ നിലപാടുകൾ ജീവനക്കാരുടെ ഭാഗത്തുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊന്നും സംരക്ഷിക്കുന്ന നിലപാട് CPM-നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ആത്മഹത്യക്കിടയായ കാരണങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിക്കട്ടെ, കണ്ടെത്തുന്ന അടിസ്ഥാനത്തിൽ CPM നിലപാട് സ്വീകരിക്കും. ഞങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ രാഷ്ട്രീയമൊന്നും കാണുന്നില്ല. രാഷ്ട്രീയമായി UDF പിന്നെ വിഷയദാരിദ്ര്യം നേരിടുന്നൊരു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏത് വിഷയം കണ്ടാൽ വളരെ വേഗം അത് രാഷ്ട്രീയവൽക്കരിക്കുക എന്നുള്ള നിലപാട് സ്വീകരിക്കുന്നുണ്ട്. രാഹുൽ വിജയൻ കട്ടപ്പനയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, അങ്ങേറ്റ സങ്കടകരമാണ്. അധ്വാനിച്ചുണ്ടാക്കിയ പണം നിക്ഷേപിക്കുന്നു, അത് ഒരാവശ്യം വരുമ്പോൾ ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് മാത്രമല്ല, അത് ഗഡുക്കളായി നൽകാമെന്ന് പറയുന്നു. അതിനും അപ്പുറത്തേക്ക് അത് ആലോചിക്കാം, അദ്ദേഹത്തെ അസഭ്യം പറയുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അവിടെ നിന്ന് ഇറക്കി വിടുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു മനുഷ്യർക്ക് സഹിക്കാനാവുന്നതിനപ്പുറമാണ്. ഇതല്ലാതെ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്? ഈ ബാങ്കിന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് വിശദീകരിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഗോകുൽ, ഒരു സഹകാരിയുടെ അല്ലെങ്കിൽ ഒരു നിക്ഷേപകന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് വിശ്വാസമാണ്, ബാങ്കിനോടുള്ള വിശ്വാസമാണ്. ആയുഷ്കാലം മുഴുവൻ സമ്പാദിച്ചുണ്ടാക്കിയ പണം ആ ബാങ്കിൽ കൊണ്ടിടുമ്പോൾ തനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം ഉണ്ടായാൽ അത് തിരിച്ച് കൃത്യസമയത്ത് കിട്ടുമെന്നുള്ളൊരു വിശ്വാസമാണ്. പക്ഷെ അതിവിടെ ഹനിക്കപ്പെട്ടു, ലംഘിക്കപ്പെട്ടു. അതാണ് ഇവിടെ സാബുവിന് സംഭവിച്ചത്, അല്ലെങ്കിൽ ഇത്തരം ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 15 വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്ത് ഏകദേശം 35 ലക്ഷത്തോളം രൂപ ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നു. പക്ഷേ അതിൽ 10 ലക്ഷം രൂപ പലപ്പോഴായിട്ട് തിരികെ ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ബാക്കി 25 ലക്ഷത്തോളം രൂപ പലതവണ ആവശ്യപ്പെട്ടിട്ടും പല ആവശ്യങ്ങൾക്കായി ചോദിച്ചിട്ടും ബാങ്ക് നൽകാൻ തയ്യാറായിരുന്നില്ല. പലതരത്തിലുള്ള നിബന്ധനകളും വ്യവസ്ഥകളും ഒക്കെ വെച്ചിരുന്നു. അതായത് മാസത്തിൽ തവണ വ്യവസ്ഥയിലൊക്കെ നൽകാമെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതൊന്നും യാതൊരു തരത്തിലും പ്രയോജനപ്പെട്ടിരുന്നില്ല, യാതൊരു കൃത്യസമയത്തും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, ഇതിനിടയിൽ ഈ സാബുവിന്റെ ഭാര്യയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും തുടർന്ന് മുതലക്കോടം ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. അവിടെ ഏകദേശം 2 ലക്ഷത്തിലധികം രൂപ ആശുപത്രി ചെലവിനായിട്ട് വേണം. ആ തുക ഈ ബാങ്കിൽ വന്ന് ആവശ്യപ്പെടുകയാണ്, അത് നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ തുക നൽകാൻ ബാങ്ക് അധികൃതർ തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, വേണമെങ്കിൽ ഒരു 50,000 രൂപ നൽകാമെന്ന് ബാങ്ക് അധികൃതർ പറഞ്ഞുവത്രേ എന്നാണ് ആ സാബുവിന്റെ ബന്ധുക്കളോട് അവരുടെ ആളുകൾ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഇതിലേറ്റവും ദുഃഖകരമായ കാര്യം, ഇന്നലെയും ഈ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ഏകദേശം ഒരു 2 ലക്ഷം രൂപയോളം ആവശ്യപ്പെട്ടുകൊണ്ട് ഈ ബാങ്കിലേക്ക് വരുന്നു. പക്ഷേ നൽകാൻ ബാങ്ക് സെക്രട്ടറിയും 2 ജീവനക്കാരും കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ചെറിയ വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെ ബാങ്ക് സെക്രട്ടറിയും 2 ജീവനക്കാരും ചേർന്ന്, അത് പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്, ആത്മഹത്യാക്കുറിപ്പുണ്ട്, അതിൽ ഇവരുടെ പേരുകൾ കൃത്യമായി പറയുന്നുണ്ട്, ആ ബാങ്ക് സെക്രട്ടറിയും ജീവനക്കാരും ചേർന്ന് മർദ്ദിക്കുകയും അതിനുശേഷം അസഭ്യം പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ മനം നൊന്താണ് ഇന്ന് രാവിലെ 7:30 കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലേക്ക് വരികയും അതിനുശേഷം ഇവിടെ ബാങ്കിന് ഫ്രണ്ടിൽ
ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അതായത് കെട്ടിത്തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത്. ഒരു ആത്മഹത്യാ കുറിപ്പും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടുകയും ചെയ്തു. അതിൽ ബാങ്ക് സെക്രട്ടറിയും 2 ജീവനക്കാരും തന്നെ അകാരണമായി അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തു. താൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണമാണ് ഈ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത്. തനിക്കൊരു ആവശ്യം വന്നപ്പോൾ ആ പണം കിട്ടിയില്ല. മാത്രമല്ല വലിയ തരത്തിലുള്ള അപമാനം നേരിടേണ്ടിയും വന്നു. ഈ ഒരു അവസ്ഥ വേറൊരാൾക്കും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഇതിൽ ബാങ്ക് സെക്രട്ടറിക്കെതിരെയും ജീവനക്കാർക്കെതിരെയും എഴുതിയ ഈ കത്തിൽ പ്രധാനമായും സാബു പറയുകയും ചെയ്തത്. അതിൽ ഈ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതിന് പിന്നാലെ ബിജെപിയുടെയും കോൺഗ്രസിന്റെ ഒരു പ്രതിഷേധമാണ് ഇവിടെ അരങ്ങേറിയത്. ഒരുപാട് മണിക്കൂറുകൾ നീണ്ടു. രാവിലെ 9 മണിക്ക് തുടങ്ങിയ പ്രതിഷേധം ഉച്ചയ്ക്ക് 2 മണി വരെ നീണ്ടു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർ പ്രധാനമായും മുന്നോട്ട് വെച്ചിരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ഈ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്ന ആ 3 പേരുകാർക്കെതിരെ നടപടി സ്വീകരിക്കണം, പോലീസ് അവരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിനൊരു തീരുമാനമുണ്ടായില്ല. പലതരത്തിലുള്ള ചർച്ചകൾ പല ഘട്ടങ്ങളിലായി നടന്നു. പക്ഷേ പോലീസുമായി നടന്ന ചർച്ചകൾ ആദ്യഘട്ടത്തിലെല്ലാം പരാജയമായിരുന്നു. പിന്നീട് പോലീസും ഈ സാബുവിന്റെ ബന്ധുക്കളും തമ്മിൽ ചർച്ച നടത്തി. അങ്ങനെ ഈ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ പ്രതികളെ പിടിക്കാമെന്നുള്ള ഒരു ഉറപ്പ് പോലീസ് നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് മൃതദേഹം 2 മണിക്ക് ശേഷം ഈ ബാങ്കിന്റെ സമീപത്ത് നിന്ന് മാറ്റിയത്. ആംബുലൻസ് ഉൾപ്പെടെ ആദ്യഘട്ടത്തിൽ വരികയും ആംബുലൻസ് ഡ്രൈവറെയും ഉൾപ്പെടെ മർദ്ദിച്ച് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം പോലും ഈ പ്രതിഷേധക്കാരുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. അതിൽ ആംബുലൻസിന്റെ അസോസിയേഷനും വലിയ തരത്തിലുള്ള പ്രതിഷേധം ഇപ്പോൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും മൃതദേഹം ഇൻക്വസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായിട്ട് മാറ്റിയിരിക്കുകയാണ്. ഈ ബാങ്കിന്റെ ഒരു സാമ്പത്തിക സ്ഥിതി അത്ര ശുഭകരമായിട്ടുള്ളതല്ല. അല്ലെങ്കിൽ അതാണ് രാഹുൽ, ഈ ബാങ്കിൽ ഇത് ഈ സാബുവിന്റെ മാത്രം അവസ്ഥയാണോ, അതല്ല നിക്ഷേപകർക്കാകെ ഇതേ നിലയിലാണോ? ഈ നിക്ഷേപം തിരികെ ചോദിക്കാൻ വരുമ്പോൾ തവണയായി തരാം, അല്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് ഉപകരിക്കാത്ത രീതിയിലാണോ ഈ ബാങ്കിന്റെ പ്രതികരണം? എന്താണ് അവിടുത്തെ സാഹചര്യം? ഇതിൽ നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ 2-3 ആളുകൾ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവർക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന് പറയാനുള്ള പേടിയുണ്ട്. അവർ പറയുന്നത് അവർ പോലും അറിയാതെ അവരുടെ പേരിൽ ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടുണ്ട്. അത് ആരെടുത്തതാണ്, എങ്ങനെ എടുത്താണെന്ന് അറിയത്തില്ല. അത് പലതവണയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അത് വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നു. അങ്ങനെ ചിലതരത്തിലുള്ള ക്രമക്കേടുകൾ ഈ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അത്തരത്തിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഇവിടെ നിലനിൽക്കുന്നതാണ്. മാത്രമല്ല 2 കൊല്ലം മുമ്പ് വരെ ഈ ബാങ്ക് ഭരിച്ചിരുന്നത് കോൺഗ്രസ് ആയിരുന്നു. കഴിഞ്ഞ 2 കൊല്ലമായിട്ടാണ് സിപിഎമ്മിന്റെ നിയന്ത്രണത്തിലേക്ക് ബാങ്ക് വരുന്നത്. 2 കൂട്ടരും, അതായത് യുഡിഎഫിന്റെ കോൺഗ്രസിന്റെ ഭരണകാലത്താണ് ഈ പ്രശ്നങ്ങൾ, ഈ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായത്. അതിൽ മടുത്താണ് ആളുകൾ ഈ സിപിഎമ്മിനെ ഭരണം ഏൽപ്പിക്കുന്നത് എന്ന് ഒരു കൂട്ടർ പറയുന്നു. മറിച്ച് സിപിഎം അധികാരത്തിൽ വന്നതിന് ശേഷമാണ്, അവരുടെ നിയന്ത്രണത്തിൽ വന്നതിന് ശേഷമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളത് അവരും പറയുന്നു. എന്തായാലും ബാങ്കിൽ സാമ്പത്തിക പ്രശ്നമുണ്ടെന്ന് ഇരു കൂട്ടരും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും അതെന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. വിശദമായിട്ടുള്ള അന്വേഷണം വേണം. അതിലൊരാളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് വന്നു എന്ന് തന്നെ പറയുന്നത് വലിയ ദുഃഖകരമായ കാര്യമാണ്, ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. മറ്റേതെങ്കിലും ആളുകൾക്ക് സമാനമായിട്ടുള്ള അവസ്ഥയുണ്ടോ, പണം കിട്ടാത്ത അവസ്ഥയുണ്ടോ, പണം ചോദിച്ചു വരുമ്പോൾ ഏതെങ്കിലും വിധത്തിൽ ആളുകൾ ആക്രമിക്കുകയോ അല്ലെങ്കിൽ അസഭ്യം പറയുകയോ ചെയ്യുന്ന സാഹചര്യമുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും പരിശോധിക്കേണ്ടതാണ്. പോലീസ് ഉൾപ്പെടെ ആ കാര്യങ്ങൾ വിശദമായി പരിശോധിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ ബാങ്ക് സെക്രട്ടറിക്കെതിരെയും ബാങ്ക് ജീവനക്കാരായ മറ്റ് 2 പേർക്കെതിരെയും പോലീസ് കേസെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ അവർക്കെതിരെ എഫ്ഐആർ ഇട്ട് കേസെടുക്കും. ഈ സാബുവിന്റെ മൃതദേഹം സംസ്കരിക്കുന്നതിന് മുമ്പ് തന്നെ അവരെ പിടികൂടുമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പിടികൂടിയില്ല എങ്കിൽ മൃതദേഹം വീണ്ടും പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ കൊണ്ടുവച്ച് പ്രതിഷേധിക്കാനാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും യുഡിഎഫിന്റെയും ബിജെപിയുടെയും തീരുമാനം എന്നുള്ളതാണ് അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഗൂഗിൾ. ശരി, രാഹുൽ വിജയനാണ് കട്ടപ്പനയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. സാബു എന്ന നിക്ഷേപകൻ, അദ്ദേഹം പണം നിക്ഷേപിച്ചിരുന്ന കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ മുന്നിൽ ചെന്ന് ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായി. കാരണം അദ്ദേഹം 2 ലക്ഷം രൂപ, അതും 25 ലക്ഷത്തോളം രൂപ ഇപ്പോഴും ബാങ്കിൽ നിക്ഷേപമുള്ള മനുഷ്യൻ 2 ലക്ഷം രൂപ ചോദിച്ചിട്ട് അത് കൊടുക്കാതെ അദ്ദേഹത്തെ അപമാനിക്കുന്ന നിലയിലേക്ക്, അദ്ദേഹത്തെ മർദ്ദിക്കുന്ന നിലയിൽ ഉണ്ടാകുമ്പോഴാണ് മനംനൊന്ത് ആത്മഹത്യ എന്നാണ് ഇപ്പോൾ ആക്ഷേപം ഉയരുന്നത്.